السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് മുനാദ എന്നൊരു ഭാഗമാണ്. മുനാദ എന്ന് പറഞ്ഞാൽ നാദ എന്ന ഫിയലിൻ്റെ ഇസ്മു മഫ്ഊലാണ്. നാദ എന്ന് പറഞ്ഞാൽ വിളിക്കുക, മുനാദ എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെടുന്നത്, വിളിക്കപ്പെടുന്നവൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ നാം ഒരു ആളെ വിളിക്കുകയാണെങ്കിൽ അതിന് പല നിയമങ്ങളും പല ഭാഷകളിലുണ്ട്. ഇംഗ്ലീഷിൽ ഒരാളെ വിളിക്കേണ്ട നിയമങ്ങളുണ്ട്, മലയാളത്തിൽ ഒരാളെ വിളിക്കേണ്ട നിയമങ്ങളുണ്ട്. എന്നതുപോലെ അറബിയിലും ഒരാളെ വിളിക്കുന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വിളിക്കുമ്പോൾ ആദ്യം ഒരു അദാത്തുന്നിദാ വേണം, വിളിക്കാനുള്ള ഒരു അദാത്ത് വേണം. എന്നതുപോലെ വിളിക്കപ്പെടുന്ന ഒരാളും വേണം. അപ്പോൾ യാ സെയ്ദു എന്ന് പറയുകയാണെങ്കിൽ യാ എന്നത് ഇവിടെ അദാത്തുന്നിദാ ആണ്, സെയ്ദ് എന്നത് മുനാദയാണ്, വിളിക്കപ്പെടുന്ന ആളാണ്. അപ്പോൾ ആദ്യം അദാത്തുന്നിദാവും പിന്നെ മുനാദയുമാണ് വരേണ്ടത്. യാ സെയ്ദു, യാ എന്നത് അദാത്തുന്നിദാ, സെയ്ദ് എന്നത് മുനാദ. ഇനി അദാത്തുന്നിദാ പലവിധമുണ്ട്. അദവാത്തുന്നിദാ, നിദാഇൻ്റെ അദാത്തുകൾ പൊതുവെ 5 തരത്തിലുള്ള അദാത്തുകളാണ് കാണപ്പെടാറുള്ളത്. ഒന്ന് യാ, രണ്ടാമത്തേത് ഹംസ. ഹംസ എന്ന് പറയുമ്പോൾ വെറും ഹ അ എന്ന്. മൂന്നാമത്തേത് ഐ, നാലാമത്തേത് അയാ, അഞ്ചാമത്തേത് ഹയ. യാ എന്നുള്ളത് പൊതുവെ എല്ലാ മുനാദകൾക്കും, വിളിക്കപ്പെടുന്ന എല്ലാ സാധനത്തിൻ്റെയും കൂടെ യാ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ദൂരത്തുള്ള ഒരാളെ വിളിക്കാനാണെങ്കിലും അടുത്തുള്ള ഒരാളെ വിളിക്കാനാണെങ്കിലും അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ മുതവസ്സിതായിട്ട് നിൽക്കുന്ന ഒരാളെ വിളിക്കാനാണെങ്കിലും ഒക്കെ യാ ഉപയോഗിക്കാവുന്നതാണ്. യാ എന്നത് ലിക്കുല്ലി അൻവായിൽ മുനാദ, മുനാദയുടെ എല്ലാ നൗഉകൾക്കും ഉപയോഗിക്കും. ബഈദൻ കാന അം ഖരീബൻ അം മുതവസ്സിതൻ, ബഈദാവട്ടെ, ദൂരത്തുള്ള ആളാവട്ടെ, അടുത്തുള്ള ആളാവട്ടെ, മുതവസ്സിതായിട്ട് നടുവിലുള്ള ആളാവട്ടെ, എങ്ങനെയാണെങ്കിലും ഏതെങ്കിലും ഒരാളെ വിളിക്കുകയാണെങ്കിൽ അയാൾ അതിനു മുമ്പ്, ആ മുനാദക്ക് മുമ്പ് യാ എന്ന അദാത്തുന്നിദാ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് യാ സെയ്ദു എന്ന് പറയുന്നത് പോലെ. ഹംസയും ഐ, ഈ രണ്ട് ഹംസ ഐ, ഈ രണ്ട് അദാത്തുന്നിദാകൾ ലിൽ മുനാദൽ ഖരീബ്, അടുത്തുള്ള ആളുകൾ വിളിക്കാനാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഐ സെയ്ദു, സെയ്ദ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ഐ സെയ്ദു അഖ്ബിൽ, സെയ്ദേ ഇങ്ങോട്ട് വാ. പിന്നെ ഹംസിന് ഉദാഹരണം അ മുഹമ്മദു തഫദ്ദൽ, അ മുഹമ്മദു തഫദ്ദൽ, മുഹമ്മദേ ഇങ്ങോട്ട് വാ, അ മുഹമ്മദു തഫദ്ദൽ. അയാ അതുപോലെ ഹയ, ഈ രണ്ട് അദവാത്തുന്നിദാ ലിൽ മുനാദൽ ബഈദ്, കുറച്ച് ദൂരത്തുള്ള ഒരാളെ വിളിക്കാനാണ്. ഉദാഹരണത്തിന് അയാ ഫാത്തിമതു ഖ്തരിബി, ഫാത്തിമേ അടുത്തു വാ, അയാ ഫാത്തിമതു ഇഖ്തരിബി. അതുപോലെ ഹയാ കരീമു ഇഹ്ഫൽ ദീനക്. ഓക്കെ, ഇതാണ് അദവാത്തുന്നിദാ. ഇനി മുനാദ പലവിധമുണ്ട്. മുനാദ ഇപ്പോൾ നമ്മൾ മുനാദ ബഈദ്, മുനാദ ഖരീബ്, മുതവസ്സിത്ത് എന്നൊക്കെ പറഞ്ഞു, അടുത്തുള്ള ആൾ, ദൂരത്തുള്ള ആൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതല്ലാതെ മറ്റൊരു രീതിയിലുള്ള മുനാദ ഉണ്ട്. മുനാദ 2 വിധത്തിൽ വരാം. ഒന്ന് മൻസൂബായിട്ട്, മുനാദ മൻസൂബ്. മുനാദ മൻസൂബ് എന്ന് പറഞ്ഞാൽ ആ മുനാദക്ക് നസ്ബായിരിക്കും കിട്ടുക. അത് തന്നെ 3 തരത്തിൽ വരും. ഒന്ന് മുദാഫായിട്ട്, മുനാദ മുദാഫായി വരാം. മുദാഫായിട്ട് എന്ന് പറഞ്ഞാൽ മുദാഫും മുദാഫി ഇലൈഹി. ഉദാഹരണത്തിൽ യാ അബ്ദല്ലാഹ്, യാ അബ്ദല്ലാഹി. അപ്പോൾ ഇവിടെ യാ എന്നുള്ള അദാത്തുന്നിദാണ്, അബ്ദല്ലാഹി എന്നുള്ള അബ്ദ് എന്നുള്ളതാണ് മുനാദ, അള്ളാഹ് എന്നുള്ള മുദാഫി ഇലൈഹിയാണ്.
യാ അബ്ദല്ലാഹി. അപ്പോൾ അവിടെ മുലാഫാവുമ്പോൾ മുനാദ മുലാഫായി വരികയാണെങ്കിൽ അതിന് നസ്ബായിരിക്കും കിട്ടുക. യാ അബ്ദ നസ്ബാണ് കൊടുത്തിട്ടുള്ളത്. യാ അബ്ദല്ലാഹി. അത് ചിലപ്പോൾ അലമാവാം. അലമ പറഞ്ഞാൽ ഒരാളുടെ പേരാവാം, അല്ലെങ്കിൽ സാധാ ഒരു ഇസ്മ്. ഉദാഹരണത്തിന് യാ അബ്ദല്ല എന്ന് പറയുകയാണെങ്കിൽ അബ്ദുല്ലാനെ വിളിക്കാൻ യാ അബ്ദല്ല എന്ന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമയെ എന്ന് വിളിക്കുകയാണ്, അപ്പോഴും യാ അബ്ദല്ല എന്ന് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അതായത് മുലാഫാവുമ്പോൾ മൻസൂബായിരിക്കും എന്നർത്ഥം. എന്നതുപോലെ മറ്റൊന്ന് ഷബീഹുംബുൽ മുലാഫാണ്. ഷബീഹിംബുൽ മുലാഫ് എന്ന് പറഞ്ഞാൽ മുലാഫ് അല്ലെങ്കിലും മുലാഫാണെന്ന് തോന്നിപ്പോകുന്ന, ഷബീഹ് എന്ന് പറഞ്ഞാൽ സാദൃശ്യമുള്ളതെന്ന് അർത്ഥം. അപ്പോൾ ഷബീഹുംബുൽ മുലാഫ് എന്ന് പറഞ്ഞാൽ മുലാഫിനെ പോലെ തോന്നിക്കുന്ന ഇസ്മ. ഉദാഹരണത്തിന് യാ ദാഹിബൻ ഇലൽ ജാമിഅത്തി, ജാമിഅയിലേക്ക് പോകുന്നവനെ, യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നവനെ. അപ്പോൾ ഇവിടെ ദാഹിബ് എന്നത് ശരിക്കും മുലാഫൊന്നുമല്ല, അതൊരു സാധാ ഒരു മുഫ്രദായ ഒരു ഇസ്മാണ്. പക്ഷേ അത് ഷബീഹുംബിൽ മുലാഫ് എന്ന് പറയാൻ കാരണം ജാമിഅയിലേക്ക് ചേർത്തിക്കൊണ്ടാണല്ലോ ദാഹിബ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഷബീഹുംബുൽ മുലാഫ് എന്ന് പറയാൻ കാരണം. അതും അങ്ങനെയുള്ള മുനാദയും മൻസൂബായിട്ടാണ് വരിക. യാ ദാഹിബൻ, ഓക്കെ, മൻസൂബായി വരിക. എന്നതുപോലെ മൻസൂബായി വരുന്ന മറ്റൊരു മുനാദ നക്കിറ ഗൈറു മഖ്സൂദ. നക്കിറ ഗൈറു മഖ്സൂദ. നക്കിറ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, നക്കിറ മാരിഫ, അതിലുള്ള നക്കിറ. അപ്പം നക്കിറയായിട്ടാണ് അത് വരിക. ഗൈറു മഖ്സൂദയായിരിക്കും. ഗൈറു മഖ്സൂദ പറഞ്ഞാൽ ആ വിളിക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ആളെ ഉദ്ദേശിക്കപ്പെടൂല, ഏതെങ്കിലും ഒരാളാവാം. ഉദാഹരണത്തിന് യാ ആലിമൻ, യാ ആലിമൻ ഇസ്ബിർ. അപ്പോൾ അവിടെ ആലിമൻ, ഏതോ ഒരു ആലിമ്, ഏത് ആലിമിനെയും അവിടെ ഉദ്ദേശിക്കാം. അതാണ് നക്കിറ ഗൈറു മഖ്സൂദ. ഒരു പ്രത്യേക ആളെ ഉദ്ദേശിക്കാതെ മൊത്തത്തിൽ പറയാം യാ ആലിമൻ, ഏതോ ഒരു ആലിമ്. അങ്ങനെ മൊത്തത്തിൽ ആലിമീങ്ങളിൽ വെച്ച് ഏത് ആലിമും ആവാം. യാ ആലിമൻ, ആലിമേ ഇസ്ബിർ, നീ ക്ഷമിക്ക്. ഇതാണ് ഈ മൂന്നെണ്ണാണ് നക്കിറ ഗൈറു മഖ്സൂദ, മുദാഫ്, അതുപോലെ ഷബീഹിംബുൽ മുദാഫ്. ഇതാണ് മുനാദ മൻസൂബായി വരുന്ന മുനാദകൾ. ഇനി മറ്റൊന്നാൽ മബ്നിയു അലാമ യുർഫഉ ബിഹി. മബ്നിയു അലാമ യുർഫഉ ബിഹി എന്ന് പറഞ്ഞാൽ മബ്നിയായിരിക്കും, പക്ഷേ അത് എന്തിൻ്റെ മേലെ മബ്നിയാവെന്ന് ചോദിച്ചാൽ അലാമ ഒന്നിൻ്റെ മേൽ, യുർഫഉ ബിഹി ആ ഒന്നുകൊണ്ട് ഇത് റഫ്അ ചെയ്യപ്പെടും. അപ്പോൾ ഒരു സാധനം അത് എന്തുകൊണ്ടാണോ റഫ്അ ചെയ്യപ്പെടുന്നത് അതിൻ്റെ മേൽ മബ്നിയാവുക. അപ്പോൾ സാധാ ഒരു ഇസ്മാണെങ്കിൽ അതിന് റഫ്അ കിട്ടൽ ലമ്മത്ത് കൊണ്ടാണ്, അപ്പോൾ ആ ലമ്മത്തിൻ്റെ മേൽ മബ്നിയാവുക. അല്ലെങ്കിൽ മുസന്നയാണെങ്കിൽ മുസന്നക്ക് റഫ്അ കിട്ടൽ അലിഫ് കൊണ്ടാണ്, അപ്പോൾ അലിഫിൻ്റെ മേൽ മബ്നി എന്നാണ് അതിനെക്കുറിച്ച് പറയാം. ജംഉ മുദക്കർ സാലിമാണെങ്കിൽ അതിന് റഫ്അ കിട്ടൽ വാവ് കൊണ്ടാണ്, അപ്പോൾ അത് മബ്നിയുൻ അലൽ വാവി എന്നാണ് പറയാം. അപ്പോൾ അതാണ് അൽ മബ്നിയു അലാമ യുർഫഉ ബിഹി എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് രണ്ട് തരത്തിലാണ് വരിക. ഒന്ന് അലമു മുഫ്രദായിട്ട്. അലമു മുഫ്രദ് പറഞ്ഞാൽ മുഫ്രദ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം മുദാഫോ അല്ലെങ്കിൽ ഷബീഹുംബിൽ മുദാഫോ അല്ലാത്ത മുഫ്രദായ അലമ്. അത് ചിലപ്പോൾ എന്താവാം, സാധാ മുഫ്രദാവാം, അല്ലെങ്കിൽ ജംആകാം, അല്ലെങ്കിൽ മുസന്നയാവാം, ഇങ്ങനെ വരാം. ഇവിടെ ഉദ്ദേശിച്ചത് മുദാഫ് അല്ലാത്ത അലമുകൾ എന്നർത്ഥം. മുദാഫ് അല്ലാത്ത അലമുകൾ. ഉദാഹരണത്തിന് യാ മുഹമ്മദു. മുഹമ്മദ് എന്നുള്ള മുദാഫൊന്നുമല്ല, അതൊരു മുഫ്രദായ അലമാണ്. അപ്പോൾ ആ മുഹമ്മദ് എന്നുള്ളതിന് റഫ്അ കിട്ടൽ സാധാരണ മുഹമ്മദുൻ വമ്മത്ത് കൊണ്ടാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ മേൽ മബ്നിയാവും. അപ്പോൾ യാ മുഹമ്മദു എന്നേ പറയണം. അപ്പോൾ മബ്നിയാവുമ്പോൾ അതിന് തൻവീനൊന്നും വരില്ല, യാ മുഹമ്മദു എന്നാണ് പറയാം. അല്ലെങ്കിൽ മുസന്നയായി വരികയാണെങ്കിൽ ഉദാഹരണത്തിന് യാ ഹസനാനി, യാ ഹസനാനി. അപ്പോൾ അവിടെ മുസന്നയായതുകൊണ്ട് അത് അലമാണ്, അലമു മുഫ്രദാണ്. കാരണം ഇവിടെ മുഫ്രദ് പറഞ്ഞാൽ മുസന്ന ജംഅ അല്ലാത്തത് എന്നല്ല ഉദ്ദേശിച്ചത്, മുദാഫ് അല്ലാത്തത്. അപ്പോൾ യാ ഹസനാനി എന്ന് പറയുമ്പോൾ അവിടെ ഹസനാനി എന്നുള്ള മബ്നിയുൻ അലൽ അലിഫാണ്. കാരണം അതിന് മുസന്നയായതുകൊണ്ട് അതിന് റഫ്അ കിട്ടൽ
അലിഫ് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ മബ്നിയുൻ അലൽ അലിഫ് എന്ന് പറയാം. ഓക്കെ, അതാണ് മബ്നിയുൻ അലാ മാ യുർഫഉ ബിഹി. അപ്പോൾ അലമു മുഫ്രദ് മബ്നിയുൻ അലാ മാ യുർഫഉ ബിഹി ആണ്. എന്നതുപോലെ നക്കിറ മഖ്സൂദ, നക്കിറ ഗൈറു മഖ്സൂദ നേരത്തെ പറഞ്ഞു. നക്കിറ മഖ്സൂദ എന്ന് പറഞ്ഞാൽ നക്കിറയായിരിക്കും, പക്ഷെ ആ നക്കിറ കൊണ്ട് ഒരു പ്രത്യേക ആളുകളെ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. ഉദാഹരണത്തിന് യാ റിജാലു ഇദ്ഹബു, യാ റിജാലു ഇദ്ഹബു, ഓ ആളുകളെ. അപ്പോൾ ആ റിജാൽ എന്നുള്ളതുകൊണ്ട് ഒരു പ്രത്യേക ആളുകളെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യാ റിജാലു നക്കിറ മഖ്സൂദ എന്ന് പറയാൻ കാരണം. യാ റിജാലു, ഓ ആളുകളെ, ഇദ്ഹബു നിങ്ങൾ പൊയ്ക്കോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് വിധത്തിലുള്ള മുനാദകൾ. മബ്നിയുൻ അലാ മാ യുർഫഉ ബിഹി അവ രണ്ട് വിധം, നക്കിറ മഖ്സൂദ, അലമു മുഫ്രദ്. മൻസൂബായിട്ടുള്ള മുനാദ നക്കിറ ഗൈറു മഖ്സൂദ, മുദാഫ്, ശബീഹിൻ ബിൽ മുദാഫ്. ഓക്കെ, ഇനി കിതാബിലുള്ള ഉദാഹരണങ്ങൾ പരിചയപ്പെടാം. അൽ-അംസില, ഒന്നാമത്തെ കാറ്റഗറിയിലുള്ളത് എല്ലാം മുദാഫായിട്ടുള്ള മുനാദകളാണ്. യാ സ്വലാഹദ്ദീൻ. അപ്പോൾ ഇവിടെ സ്വലാഹുദ്ദീൻ എന്നുള്ളത് അതൊരു സ്വലാഹുദ്ദീൻ ഒരു ആലമാണ്, പക്ഷെ അത് മുദാഫും കൂടിയാണ്. അപ്പോൾ സ്വലാഹുദ്ദീൻ എന്നുള്ള മുദാഫ ആയതുകൊണ്ട് ആ മുനാദക്ക് നസ്ബാണ് കൊടുത്തിട്ടുള്ളത്. സ്വലാഹ, അദ്ദീൻ എന്നുള്ള മുദാഫി ഇലൈഹിയാണ്, ഇവിടെ സ്വലാഹ എന്നുള്ളതാണ് മുനാദ. അപ്പോൾ ആലമല്ലാതെയും ചിലപ്പോൾ മുദാഫ് ആലമല്ലാതെയും വരാം. ഉദാഹരണത്തിന് യാ ഹാരിസൽ ബുസ്താനി, പൂന്തോട്ടത്തെ സംരക്ഷിക്കുന്നവനെ, പൂന്തോട്ടത്തിൻ്റെ ഗാർഡിയനെ. അപ്പോൾ ഹാരിസ് എന്നത് മുദാഫാണ്, അപ്പോൾ അത് മുദാഫായതുകൊണ്ട് അതിന് നസ്ബ് കൊടുത്തു, ഹാരിസ എന്ന് പറഞ്ഞു. യാ ബാഇഅത്തീൻ, അത്തിപ്പഴം വിൽക്കുന്നവനെ. ബാഇഅ എന്നത് മുദാഫായതുകൊണ്ട് ആ മുനാദക്ക് നസ്ബ് കൊടുത്തു, ബാഇഅ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാറ്റഗറി മുഴുവൻ മുനാദ ഗൈറു മഖ്സൂദയാണ്. മുനാദ ഗൈറു മഖ്സൂദ എന്ന് പറഞ്ഞാൽ പ്രത്യേക ആളെ ഉദ്ദേശിക്കാത്തത്. ഉദാഹരണത്തിന് യാ മുസ്രിഅൻ, ധൃതിയിൽ ചെയ്യുന്നവനെ. അപ്പോൾ ഇവിടെ ധൃതിയിൽ ചെയ്യുന്ന എല്ലാ ആളുകളെയും ഉദ്ദേശിക്കപ്പെടാം, ഒരു പ്രത്യേക ആള് എന്നില്ല. യാ മുസ്രിഅൻ, ധൃതിയിൽ ചെയ്യുന്നവനെ. ഫിൽ അജലത്തി നദാമത്തു, ഫിൽ അജലത്തി, ധൃതിയിൽ ചെയ്യുന്നതിലുണ്ട്, അന്നദാമത്തു, ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. അപ്പോൾ ധൃതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം ദുഃഖിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവിടെ മുസ്രിഅൻ എന്നുള്ളത് നക്കിറ ഗൈറു മഖ്സൂദയാണ്, ഒരു പ്രത്യേക ആളെ ഉദ്ദേശിക്കപ്പെടാത്ത നക്കിറയാണ്. അപ്പോൾ അങ്ങനെയുള്ള മുനാദക്ക് നസ്ബാണ് കൊടുക്കുക. ഓക്കെ, അതുപോലെ യാ ളാലിമൻ, അക്രമിയെ. അപ്പോൾ ഏത് അക്രമികളെയും ഉദ്ദേശിക്കപ്പെടാം, ഒരു പ്രത്യേക അക്രമി അങ്ങനൊന്നുമില്ല. യാ ളാലിമൻ. തബസ്സർ, തബസ്സർ, നീ ചിന്തിക്ക്. ഫിൽ അവാഖിബി, ആഖിബത്ത് ജമ അവാഖിബ. ആഖിബത്ത് എന്ന് പറഞ്ഞാൽ അനന്തരഫലം, അതിൻ്റെ അവസാനം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഏതൊരു കാര്യത്തിൻ്റെയും നിൻ്റെ അക്രമത്തിൻ്റെ അവസാനം, അതിന് ശേഷം ഉണ്ടാവാൻ പോകുന്ന അനന്തരഫലത്തിൽ നീ ചിന്തിക്ക്. ആഖിബത്ത് ജമ അവാഖിബ്, അനന്തരഫലങ്ങളിൽ നീ ചിന്തിക്ക്. അപ്പോൾ ളാലിം എന്നുള്ള ഏത് ളാലിമും ആവാം. ഓക്കെ, മുനാദ നക്കിറ ഗൈറു മഖ്സൂദയാണ്, അതുകൊണ്ട് നസ്ബ് കൊടുത്തു. യാ ഷാമിത്തൻ, ഷാമിത്ത് എന്ന് പറഞ്ഞാൽ ഷമത്ത പറഞ്ഞാൽ സന്തോഷിക്കുന്ന അർത്ഥം. അല്ലാഹുമ്മ ലാ തുഷ്മിത് ബിയൽ അഅദാ, അല്ലാഹുവേ, നിങ്ങൾ ദുആയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അല്ലാഹുവേ ലാ തുഷ്മിത്, നീ സന്തോഷിപ്പിക്കരുത്, ബി എന്നെ കൊണ്ട്, അൽ അഅദാ, എൻ്റെ ശത്രുക്കളെ നീ സന്തോഷിപ്പിക്കരുത്. അപ്പോൾ എൻ്റെ ശത്രുക്കളെ സന്തോഷിപ്പിക്കുന്ന ഒന്നും എന്നിൽ നിന്ന് ഉണ്ടാക്കരുത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഷാമിത്ത്, ഷമത്ത എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്ന അർത്ഥം. യാ ഷാമിത്തൻ, ദുന്യാവിലെ സുഖസൗകര്യങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്നവനെ. ഇന്നദ്ദഹറ, ഈ കാലം എന്നുള്ളത് ഖവ്വാനുൻ, വഞ്ചകനാണ്. ഖവ്വാൻ, ഖായിൻ, ഖവ്വാൻ, ഖായിൻ, ഖാന യഖൂനു ഖായിൻ, അതിൻ്റെ നന്നായി വഞ്ചിക്കുന്നവൻ എന്നാണ് ഖവ്വാൻ എന്നർത്ഥം. അപ്പോൾ യാ ഷാമിത്തൻ എന്ന് പറഞ്ഞാൽ ദുന്യാവിൻ്റെ ഈ ജീവിതത്തിൽ സന്തോഷിക്കുന്ന ഏതാളുകളെയും ഇവിടെ ഉദ്ദേശിക്കാം. നക്കിറ ഗൈറു മഖ്സൂദയാണ്, അപ്പോൾ അത് മുനാദയായി വന്നതുകൊണ്ട് അതിന് നസ്ബ് കൊടുത്തു, ഷാമിത്തൻ എന്ന് പറഞ്ഞു. ഇനി അടുത്ത കാറ്റഗറി മുദാഫ്
ഷബീഹും ബിൽ മുദാഫാണ്, മുദാഫല്ല, ഷബീഹും ബിൽ മുദാഫ്. അപ്പോൾ യാ മുസ്രിയാൻ, ഉദാഹരണത്തിന് യാ മുസ്രിയാൻ ഇലാ ലുബ്നാൻ, ലബനാനിലേക്ക് യാത്ര ചെയ്യുന്നവനെ, യാ മുസാഫിറൻ, യാ മുസാഫിറൻ. അപ്പോൾ ഇവിടെ ശരിക്ക് മുദാഫല്ല, പക്ഷേ മുദാഫാണെന്ന് തോന്നിപ്പോകും. ലബനാനിലേക്ക് ചേർത്തത് കൊണ്ട് അത് ഷബീഹും ബിൽ മുദാഫായിപ്പോയി. അപ്പോൾ ഷബീഹും ബിൽ മുദാഫായിട്ടുള്ള മുനാദക്ക് നസ്ബാണ് കിട്ടുക. അപ്പോൾ മുസാഫിറൻ എന്ന് പറഞ്ഞു. ഇവിടെ മുനാദകൾക്കൊക്കെ ചുവപ്പ് നിറം കൊടുത്തതായി നിങ്ങൾ കാണുന്നുണ്ടാവും. യാ ലാഹിയൻ, യാ ലാഹിയൻ അൻ ദർസിഹി, യാ ലാഹിയൻ, ലാഹി എന്ന് പറഞ്ഞാൽ ലഹ എന്നതിൻ്റെ ഇസ്മ ഫായിലാണ് ലാഹി. ലഹ എന്ന് പറഞ്ഞാൽ ഗാഫിലാവുക, അന്തം വിടുക എന്നൊക്കെ പറയും. അപ്പോൾ യാ ലാഹിയൻ, യാ ഗാഫിലൻ, യാ ലാഹിയൻ ഗാഫിലാകുന്നവനെ, അൻ ദർസിഹി തൻ്റെ പാഠത്തെ തൊട്ട് പഠനത്തെ തൊട്ട് ഗാഫിലാകുന്നവനെ. അപ്പോൾ ഇവിടെ ലാഹിയൻ എന്നുള്ളത് അൻ ദർസിഹി എന്നതിലേക്ക് ചേർത്തത് കൊണ്ട് ഇതൊരു എന്തായിപ്പോയി, ഷബീഹും ബിൽ മുദാഫായിപ്പോയി. ദർസിലേക്ക് ചേർത്തതുകൊണ്ട് ഒരു മുദാഫാണോ എന്ന് തോന്നിപ്പോകുന്നതായി. അപ്പോൾ അതുകൊണ്ട് അതിന് നസ്ബാണ് കൊടുക്കുക. യാ ദാഇഅൻ കിതാബഹു, യാ ദാഇഅൻ കിതാബുഹു, കിതാബുഹു, യാ ദാഇഅൻ നഷ്ടപ്പെട്ടവനെ, കിതാബുഹു അവൻ്റെ കിതാബ് നഷ്ടപ്പെട്ടവനെ. അപ്പോൾ അവിടെ ദാഇ എന്നത് കിതാബിലേക്ക് ചേർത്തതുകൊണ്ട് അത് ഷബീഹും ബിൽ മുദാഫാണ്. അതുകൊണ്ട് അതിന് ആ മുനാദക്ക് നസ്ബ് കൊടുത്തു. ഇനി അടുത്തത് മബനിയുൻ അലാ മാ യുർഫഉ ബിഹിയാണ്. അടുത്ത രണ്ട് കാറ്റഗറി. ഒന്നാമത്തത് നക്കിറ മഖ്സൂദയാണ്. യാ റിജാലു, ഓ ആളുകളെ, പുരുഷന്മാരെ. അപ്പോൾ റിജാല് എന്നതുകൊണ്ട് ഒരു പ്രത്യേക ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നക്കിറ മഖ്സൂദയാണ്, നക്കിറയാണ് എന്നതോടുകൂടെ മഖ്സൂദയാണ്, ഒരു പ്രത്യേക ആളുകളെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ നിയമം മബനിയുൻ അലാ മാ യുർഫഉ ബിഹി, എന്തുകൊണ്ടാണോ അതിന് റഫ് കിട്ടുക അതിൻ്റെ മേലെ മബനിയായിരിക്കും. അപ്പോൾ റിജാല് എന്നത് ശരിക്കും സാധാരണ അത് മർഫു ആയി വരികയാണെങ്കിൽ ദഹബർ റിജാലു എന്ന് പറയുമ്പോൾ റിജാലു അതിന് റഫ് കിട്ടല് ദമ്മത്ത് കൊണ്ടാണ്. അപ്പോൾ ആ ദമ്മിൻ്റെ മേൽ മബനി. അപ്പോൾ റിജാലു എന്നതിന് ഇറാബൊക്കെ പറയുമ്പോൾ മുനാദ മബനിയുൻ അലാ ദമ്മി എന്ന് പറയാം. ഓക്കെ, അതാണ് മബനിയുൻ അലാ മാ യുർഫഉ ബിഹി. യാ റിജാലു, ഓ ആളുകളെ, അത്ഖിനൂ നിങ്ങൾ ഉറപ്പിക്കുകയും ദൃഢപ്പെടുത്തുകയും അഅമാലക്കും നിങ്ങളുടെ അമലുകളെല്ലാം, പ്രവർത്തനങ്ങളെല്ലാം. എന്നതുപോലെ യാ ഫതയാനി, രണ്ട് യുവാക്കളെ, ഒരു പ്രത്യേക രണ്ട് യുവാക്കൾ ഉദ്ദേശിച്ചിട്ടാണ് യാ ഫതയാനി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നക്കിറ മഖ്സൂദയാണ്. അപ്പോൾ നക്കിറ മഖ്സൂദയായതുകൊണ്ട് അതിൻ്റെ മബനിയുൻ അലൽ അലാ മാ യുർഫഉ ബിഹി, ഇതിന് റഫ് മുസന്നയായതുകൊണ്ട് ഇതിന് റഫ് ഇട്ടൽ അലിഫ് കൊണ്ടാണ്. അപ്പോൾ മബനിയുൻ അലൽ അലിഫി എന്ന് പറയാം. ഓക്കെ, യാ ഫതയാനി മബനിയുൻ അലൽ അലിഫി എന്ന് പറയാം. ഓക്കെ, യാ ഫതയാനി രണ്ട് യുവാക്കളെ, ലാ തഅബസ നിങ്ങൾ കളിക്കരുത്, ബിൽ അസ്ഹാരി പൂക്കൾ കൊണ്ട് നിങ്ങൾ കളിക്കരുത്. മൂന്നാമത്തത് യാ ലാഇബൂന കളിക്കുന്നവരെ, യാ ലാഇബൂന കളിക്കുന്നവരെ. ഇസ്തരീഹു നിങ്ങൾ വിശ്രമിക്കുവീൻ. യാ ലാഇബൂന എന്നുള്ള കളിക്കുന്നത് ഒരു പ്രത്യേക ആളുകൾ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നക്കിറ മഖ്സൂദയാണ്. അതുകൊണ്ട് മബ്നിയുൻ അലാ മാ യുർഫഉ ബിഹി, ഇതിനെ റഫ് കിട്ടൽ ജംഉ മുദക്കർ സാലിമായതുകൊണ്ട് അതിനെ റഫ് കിട്ടേണ്ടത് വാവ് കൊണ്ടാണ്. അപ്പം മബ്നിയുൻ അലൽ വാവി എന്നാണ് പറയാം. ഓക്കെ, ഇനി അടുത്തത് മുഫ്രദായിട്ടുള്ള ആലം. മുഫ്രദ് എന്നതുകൊണ്ട് നാം പറഞ്ഞു കഴിഞ്ഞു. മുഫ്രദ് എന്ന് പറഞ്ഞാൽ മുദാഫൊന്നും അല്ലാത്ത അലമിനാണ് മുഫ്രദായ അലം എന്ന് പറയാം. അല്ലാതെ മുസന്ന ആവുമ്പോൾ അത് മുഫ്രദ് അല്ല എന്ന് പറയാൻ പറ്റില്ല. മുസന്ന ആണെങ്കിലും ജമ്മാണെങ്കിലും അതൊക്കെ മുഫ്രദ് തന്നെയാണ്. ഓക്കെ, ഇവിടെ മുഫ്രദ് എന്നതുകൊണ്ട് ഉദ്ദേശം മുദാഫോ ഷബീഹും ബിൽ മുദാഫോ അല്ലാത്തത് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഉദാഹരണത്തിന് യാ ഖലീലു, ഖലീലേ എന്ന് വിളിക്കണം. ഒരു മുഫ്രദായ അലമാണ്. അപ്പോൾ അതിന് റഫ് കിട്ടേണ്ടത് ദമ്മത്ത് കൊണ്ടാണ്. ജാ ഖലീലുൻ എന്നുള്ള പറയാം. ദമ്മത്ത് കൊണ്ടാണ് റഫ് കിട്ടുക. അപ്പോൾ ഇത് മബ്നിയുൻ അല ദമ്മി എന്ന് പറയാം. എന്നതുപോലെ യാ ഹസനാനി, യാ ഹസനാനി രണ്ട് ഹസന്മാരെ. അപ്പോൾ ഇവിടെ അലമു മുഫ്രദാണ്. മുഫ്രദ് പറഞ്ഞാൽ മുദാഫൊന്നുമല്ല.
അപ്പോൾ ഇവിടെ മുസന്നയായതുകൊണ്ട് അതിന് റഫ് കിട്ടൽ അലിഫ് കൊണ്ടാണ്. അപ്പോൾ മബ്നിയുൻ അലൽ അലിഫി എന്നാണ് പറയുക. യാ മുഹമ്മദൂന, മുഹമ്മദുമാരെ. അപ്പോൾ ഇവിടെ മുഹമ്മദൂന എന്നുള്ളത് മുഫ്രദായ ഒരു ആലമാണ്. അപ്പോൾ ജമ്മു മുദക്കർ സാലിമായതുകൊണ്ട് വാവ് കൊണ്ടാണ് ഇതിന് റഫ് കിട്ടേണ്ടത്. അപ്പോൾ ആ റഫ് കിട്ടുന്നത് വാവ് കൊണ്ടായതുകൊണ്ട് വാവിൻ്റെ മേൽ മബ്നിയുൻ അലൽ വാവി എന്നാണ് പറയുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഖായിദ നമുക്ക് പരിചയപ്പെടാം. അൽ മുനാദ ഇസ്മുൻ യുദ്കറു ബഅദ യാ ഔ ഇഹ്ദാ അഖവാതിഹ ത്വലബൻ ലിഇഖ്ബാലി മദ്ലൂലിഹി. അൽ മുനാദ, മുനാദ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. യുദ്കറു, ആ ഇസ്മു പറയപ്പെടും ബഅദ യാ എന്നതിന് ശേഷം, അല്ലെങ്കിൽ ഔ ഇഹ്ദാ അഖവാതിഹ, ആ യാ എന്നതിൻ്റെ സഹോദരിമാരിൽപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരിക്ക് ശേഷം. അപ്പോൾ യാൻ്റെ അഖവാത്ത് എന്ന് പറഞ്ഞാൽ നാം പറഞ്ഞ ഐ, അയ, ഹയ, ഹംസ ഇവയൊക്കെയാണ് യാ എന്നതിൻ്റെ അഖവാത്ത്. അതായത് അദാത്തുന്നിദാകളാണ് യാ, അയ, ഹയ, ഐ, അൽ ഹംസ. നിങ്ങളുടെ കിതാബിൽ 109 പേജിൽ തുടക്കത്തിലുള്ള 2ാമത്തെ വരിയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. യാ, അയ, ഹയ, ഐ, അൽ ഹംസ ഇവയാണ് അദവാത്തുന്നിദ. ഇവകൾക്ക് ശേഷം പറയപ്പെടുന്ന ഒരു ഇസ്മാണ് മുനാദ എന്ന് പറഞ്ഞാൽ. എന്തിനാണ് അങ്ങനെ പറയപ്പെടുന്നത്? ത്വലബൻ, ആവശ്യപ്പെട്ടുകൊണ്ട്, ലി ഇഖ്ബാലി മദ്ലൂലിഹി. മദ്ലൂൽ എന്ന് പറഞ്ഞാൽ അറിയിക്കപ്പെടുന്ന സാധനം. അപ്പോൾ ആ പറയപ്പെടുന്നതുകൊണ്ട് ആരാണോ അറിയിക്കപ്പെടുന്നത്, ആരാണോ ഉദ്ദേശിക്കപ്പെടുന്നത്, ആ ഉദ്ദേശിക്കുന്ന ആളോട് ഇങ്ങോട്ട് വരാൻ പറയുന്ന. ഇഖ്ബാൽ പറഞ്ഞാൽ മുന്നിടുക എന്നുള്ള അർത്ഥം. അപ്പോൾ മുന്നിടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പറയപ്പെടുന്ന ഇസ്മിനാണ് യാ എന്നതിന് ശേഷമോ അല്ലെങ്കിൽ മറ്റുള്ള അദവാത്തുന്നിദാന് ശേഷമോ പറയപ്പെടുന്ന ഇസ്മിനാണ് മുനാദ എന്ന് പറയാം. ഓക്കെ, അൽ ഖവായിദ്. യുൻസബുൽ മുനാദ, മുനാദ നസ്ബ് ചെയ്യപ്പെടും. ഇദാ കാന മുദാഫൻ, മുനാദ മുദാഫായാൽ, ഉദാഹരണത്തിന് യാ അബ്ദല്ലാ എന്ന് പറയുന്നത് പോലെ. ഔ ഷബീഹം ബിൽ മുദാഫി, അല്ലെങ്കിൽ മുദാഫല്ല മുദാഫിനോട് സാദൃശ്യമുള്ളതായാൽ, മുദാഫുമായി സാദൃശ്യമുള്ളതായാൽ, ഷബീഹ് എന്ന് പറഞ്ഞാൽ സാദൃശ്യമുള്ളതായാൽ, ഉദാഹരണത്തിന് യാ മുസാഫിറൻ ഇലാ ലുബ്നാൻ എന്ന് പറഞ്ഞു എന്നതുപോലെ. അല്ലെങ്കിൽ ഔ നക്കിറത്തൻ ഗൈറ മഖ്സൂദത്തിൻ, ഉദ്ദേശിക്കപ്പെടാത്ത നക്കിറയായാൽ, ഉദാഹരണത്തിന് യാ മുസ്രിഅൻ, അല്ലെങ്കിൽ യാ ളാലിമൻ, ളാലിമ കൊണ്ട് ഏത് അക്രമകാരിയും ഉദ്ദേശിക്കപ്പെടാം. അങ്ങനെയൊക്കെ വന്ന ഒരു മുനാദക്ക് നസ്ബ് കൊടുക്കണം. എന്നതുപോലെ വയുബന, ആക്കപ്പെടും. അലാമ, ഒന്നിൻ്റെ മേൽ, യുർഫഉ, ഈ മുനാദ റഫ് ചെയ്യപ്പെടും, ബിഹി, ആ ഒന്നുകൊണ്ട്, ഏതൊന്നുകൊണ്ടാണോ അതിന് റഫ് കിട്ടുന്നത് അതിൻ്റെ മേൽ മബനിയാക്കപ്പെടും. എപ്പോൾ? ഇദാ ഖാന, ഈ മുനാദയായാൽ, നക്കിറത്തൻ മഖ്സൂദത്തൻ, മഖ്സൂദയായ നക്കിറായാൽ. നക്കിറ മഖ്സൂദ പറഞ്ഞാൽ പ്രത്യേക കുറച്ച് ആളുകൾ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ നക്കിറ. ഉദാഹരണത്തിന് യാ ഫതയാനി, യാ ഫതയാനി, 2 യുവാക്കളെ, അല്ലെങ്കിൽ യാ ഫിറ്റിയാനു, മൊത്തത്തിൽ യുവാക്കളെ. ഓക്കെ, അങ്ങനെയുള്ള നക്കിറ മഖ്സൂദയായാൽ, അല്ലെങ്കിൽ ഔ അലമൻ മുഫ്രദൻ, മുഫ്രദായ അലമായാൽ. മുഫ്രദായ അലമ പറഞ്ഞാൽ മുദാഫോ ശബീഹും ബിൽ മുദാഫോ അല്ലാത്ത അലമുകൾ. ഓക്കെ, വൽ മുറാദു ബിൽ മുഫ്രദി, മുഫ്രദ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം ഹുന, ഇവിടെ, മാ ലൈസ മുദാഫൻ, മുദാഫ അല്ലാത്ത ഒന്നാണ്, വലാ ശബീഹം ബിൽ മുദാഫി, മുദാഫിനോട് സാദൃശ്യവുമില്ലാത്ത ഒന്നിനാണ് മുഫ്രദ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.